മറ്റൊരു കാര്യം, ഈ അശാസ്ത്രീയമായ ചികിത്സാ രീതി സംസ്ഥാനങ്ങളിൽ നിർവാഹം തുടരുകയാണ്. കഴിഞ്ഞ നെയ്യാറ്റിൻകരയിൽ ഇതുപോലെ തന്നെ ഒരു പ്രസവത്തിന് ശേഷം ഒരു യുവതി മരിക്കുന്നു. ഇപ്പോൾ മലപ്പുറത്തും ഈ സമാനമായ സംഭവങ്ങൾ നടക്കുന്നു. ഇതിനകത്ത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു ബോധവൽക്കരണം കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്താത്തതാണോ ഇപ്പോഴും ഈ രീതിയിലേക്ക് ചില ആളുകൾ ഇങ്ങനെ പോകാനുള്ള കാരണം? അല്ല, ചില കാര്യങ്ങൾ ബോധപൂർവ്വം മറച്ചുവെക്കുന്നതായിട്ട് കാണുന്നു. ഈ കേസിൽ തന്നെ പ്രാഥമികമായി അവിടെ നിന്ന് DMO നൽകിയ റിപ്പോർട്ടിൽ നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ വീട്ടിൽ ചെല്ലുമ്പോൾ മറഞ്ഞിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അതായത് പറയേണ്ടതില്ല, അപ്പോൾ മറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം അവബോധമില്ലായ്മ അല്ലല്ലോ, അത് മറച്ചു വെക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് വാസ്തവത്തിൽ മരണത്തിലേക്ക് ഇത്തരത്തിൽ അമ്മമാരെ, കുഞ്ഞുങ്ങളെ തള്ളിവിടുന്നത് അത് മനഃപൂർവ്വമായിട്ടുള്ള ഒരു നരഹത്യയായിട്ട് കണക്കാക്കേണ്ടതായിട്ട് വരും. വളരെ ഗൗരവമുള്ള വിഷയമാണല്ലോ. കേരളം ഇത്ര പതിറ്റാണ്ടുകളായി നാം ആർജിച്ച നമ്മുടെ പൊതുബോധ്യങ്ങളുണ്ട്, സാമൂഹിക ബോധ്യങ്ങളുണ്ട്, ആരോഗ്യ മേഖലയിലെ ബോധ്യങ്ങളുണ്ട്. ഇപ്പോൾ 1,00,000 ഡെലിവറികൾ നടക്കുമ്പോൾ 97 അമ്മമാർ രാജ്യത്ത് മരിക്കുന്നു. 19 പേരിൽ താഴെയാണ് കേരളത്തിൽ മരണമടയുന്നത്. ആ 19 എന്നുള്ള സംഖ്യയിലേക്ക് എത്തുന്നതിന് വലിയ പ്രയത്നമുണ്ടായിട്ടുണ്ട്, വലിയ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിന് അടിത്തറയായിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ മുന്നേറ്റം, നമ്മുടെ വിദ്യാഭ്യാസ മുന്നേറ്റം ഒക്കെ അതിന് അടിത്തറയായിട്ടുണ്ട്. അപ്പോൾ അതിൽ പിന്നോട്ട് പോകാനായിട്ട് പാടില്ല. ഈ 19 എന്നുള്ളത് എത്തിയത് ഈസിയായിട്ട് എത്തപ്പെട്ടതല്ല, അത് നമ്മുടെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ. അപ്പോൾ അത് മാത്രമല്ലല്ലോ, കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ അമ്മമാരുടെ ആരോഗ്യം, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, അത് മാത്രമല്ല ന്യൂ ബോൺ സ്ക്രീനിങ്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ, അമ്മയുടെ ഗർഭാവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ വിഷയങ്ങളുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് തക്കവണ്ണം വൈദ്യശാസ്ത്രം വളർന്നു കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മളുടെ കണക്കുകളുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പ്രസംഗത്തിനിടയിൽ പറഞ്ഞിരുന്നു, 500-ൽ പരം പ്രസവങ്ങൾ വീടുകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നു. ഈ വർഷം 2024-25 ഒരു ചെറിയ കുറവുണ്ട്. പക്ഷേ ആ കുറവ് നമ്മളങ്ങനെ പൊതുവിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടല്ലോ, അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയൊരു കുറവ് എന്നുള്ളത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് ഗൗരവമുള്ള വിഷയമാണ്. അത് ശക്തമായിട്ടുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഇപ്പോൾ ആരോഗ്യവകുപ്പ് നടത്തുന്നതിന് പുറമേ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെയുള്ള ഒരു ബോധവൽക്കരണ പ്രവർത്തനം, പൊതു അവബോധം സൃഷ്ടിക്കൽ, ഇതാണല്ലോ നമ്മുടെ മുന്നിലുള്ള ഡേറ്റ. ഇതാണ് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് ഈ മരണനിരക്കുകൾ. അപ്പോൾ തീർച്ചയായിട്ടും അതിന്മേൽ ഒരു പൊതുബോധം ശക്തമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഇടപെടലുകളും എല്ലാവരെയും ചേർത്തുകൊണ്ട്, ആരോഗ്യവകുപ്പും ഒറ്റയ്ക്കല്ല എല്ലാവരെയും ചേർത്തുകൊണ്ട് നടത്തും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതിൽ നമുക്ക് ഒരു മുൻവിധിയും ഇല്ല.